രാജുവേട്ടൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല. ഞാൻ തിരിച്ചു നിർത്തൂല. മലയാളിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഫിലിമാണ് എമ്പുരാൻ. എമ്പുരാൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടായിരുന്നു. പക്ഷെ ആ പോസ്റ്ററിൽ ആരാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊന്നും നോക്കിയിട്ട് ചേട്ടൻ എന്താ തോന്നുന്നു? ഇത് കണ്ടിട്ട് പലരും പറഞ്ഞു ഫഹദ് വാസിലാണ് പറയുന്നുണ്ട്. അറിയില്ല, അങ്ങനെ ചോദിച്ച് പറയാൻ പറ്റുന്ന ഒരാളല്ലേ? അറിയില്ല. എന്തായാലും ഫസ്റ്റ് ഷോ തന്നെ കാണും. ഇപ്പൊ മലയാളികളിൽ ഏറ്റവും കൂടുതൽ ചോദ്യമില്ല, ഒരു സംഭവമാണ് അത്. മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പടമാണ് എമ്പുരാൻ. എമ്പുരാന്റെ റീസെന്റ് ആയിട്ട് എമ്പുരാന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ പോസ്റ്ററിൽ ആരാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചേച്ചി നോക്കിയിട്ട് പറഞ്ഞേ. അല്ല, ഇത് ഫിലിം വീട്ടിലുള്ള ആളാണല്ലോ, ഒന്നാളെ ചോദിക്കുന്നത് ആരാന്ന് ഗസ്. ഇത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമാണ്. ഈ എമ്പുരാനിൽ ആരാണ് ഈ പോസ്റ്ററിലുള്ളത്? മലയാളിയല്ല. പലരും പറഞ്ഞത് ഫഹദ് വാസിലിനെ പറയുന്നുണ്ട്. അങ്ങനെ ചേച്ചി പോസ്റ്റർ കണ്ടിട്ടില്ല? ഒയ്യോ അപ്പൊ ഇന്നലത്തെ മറ്റേ ഇത് കണ്ടില്ലേ, പൃഥ്വിരാജിന്റെ ഷെയ്ക്കാൻ കൊടുക്കുന്നത്, അതിൽ ബേസിലൊരു മുട്ടയാ. ബേസിലാവാനാണ് പറഞ്ഞിരുന്നത്. ഇതുണ്ടോ ആ ഇമ്രാന്റെ ബാക്കി? എന്റെ ഒരു ഡൗട്ടാ, എനിക്കറിയില്ല. കാരണം അതിനകത്ത് പൃഥ്വിരാജിന്റെ ഒപ്പം ഉണ്ടായിരുന്നു ബേസിൽ. മറ്റേ ഷെയ്ക്കാൻ കൊടുക്കുമ്പോ അവര് കൊടുക്കാതെ വെച്ച് അമ്മിയൊരു വീഡിയോ. ഇപ്പോഴാണ് ഈ പോസ്റ്റർ കാണുന്നത്. ഇപ്പഴാ കാണുന്നത്. നോക്കെ ആ തല കണ്ടിട്ട് ഒരു തോന്നല്. ബേസിന്റെ ഒരു ഫോട്ടോ എടുത്ത് ചെവി വെച്ച് നോക്കട്ടെ. സിമി ചേച്ചി പറഞ്ഞു ബേസിൽ ജോസഫ് ആണെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതാ, പേടിക്കണ്ട. അല്ല, ഞാൻ ആ ഇമ്രാന്റെ മറ്റേ ഇന്നത്തെ വീഡിയോ ഇപ്പൊ കുറച്ചു മുമ്പ് വീഡിയോ കണ്ടത്. ഞാൻ ഇന്റർവ്യൂ കാണിച്ചായിരുന്നു. ഷെയ്ക്കൻ്റെ കിട്ടിയപ്പോ മറ്റേ അത് കൊടുക്കാത്തതിന്റെ ട്രോൾ ഭയങ്കര അധികം ചർച്ച ചെയ്യുന്നല്ലേ. അതിനകത്ത് മുട്ട, കാരണം അതിനകത്ത് ഇതുണ്ട്. ഇതിനകത്ത് തലയൊരു പട്ട വെട്ടിയ ഷേപ്പൊക്കെ ഇല്ലേ. അപ്പൊ ബേസിൽ ജോസഫ് എനിക്കറിയില്ല. വീണ്ടും പേടിക്കണ്ട, എന്തിനാണ് പേടിക്കണത്? ഞമ്മ കാഷ്വലായിട്ട് സംസാരിക്കണതല്ലേ. ഫഹദ്ക്ക് എന്നാണ് പലരും പറയണത്. പിന്നെ ഡോൺലി എന്നൊക്കെ പറയുന്നുണ്ട്. ബേസിൽ ജോസഫിന്റെ ചെറിയ കട്ടുണ്ടല്ലേ, മുടി കണ്ട പോലെ. മുടി പറ്റ വെട്ടി കണ്ട അവരുടെ കൂടെ പെട്ടെന്ന് ഒന്നിച്ചൊരു ഇതും അറിയില്ല, എനിക്ക് ആരുമായിട്ട് തോന്നുന്നില്ല. ചോദിക്കണം കേട്ടോ, ചേച്ചി ചോദിക്കണം. ഞങ്ങൾ വിളിച്ചാൽ നിൽക്കില്ല. അവിടെ നിൽക്കും മിണ്ടാണ്ടിക്ക്, ആരും വരില്ല. അവിടെ ഉള്ളിയുണ്ട്, ഞങ്ങൾ വിളിച്ചാൽ നിൽക്കില്ല. എനിക്കറിയാം, എനിക്കങ്ങനെ കണ്ടിട്ട് ഇത് എനിക്ക് മറ്റേ വീഡിയോയുടെ സാമ്യം തോന്നി. വീഡിയോയുടെ മറ്റേ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് തോന്നിയെന്നല്ലേ. എന്റെ പൊന്നു മക്കളെ, ഇത് കണ്ടാലും പകതിന്റെ ഒരു ഷേപ്പില്ലേ, ഹായ് ബേസിന്റെ ഷേപ്പില്ലേ, ധ്യാനേട്ടൻ വന്നായിരുന്നു. ധ്യാൻ ചേട്ടാ വാഷ്റൂമിലുണ്ട്. ബേസിൽ ജോസഫ് ആണ്. ധ്യാനല്ലേ ഇപ്പൊ കണ്ട വീഡിയോക്ക് അത് മുടി ഇവിടെ വെട്ടിയൊരു ഷേപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു. ആണോ? നമ്മുടെ വലിയൊരു നമുക്ക് ആർക്കും പ്രഡിക്റ്റ് പറ്റുന്നില്ല. അതാണ് ഊഹാപോഹങ്ങളാണ് മൊത്തത്തില്. ഇത് ഇനി എത്ര 1 2 3 4 5 10 എത്ര ചാനൽ പൊന്നു സാറുമാരെ. രാജേട്ടൻ കോൾ ചെയ്യും ചേച്ചിനെ. അതാണ് എന്റെ പൊന്നു സാറേ, എനിക്കിതൊന്നും അറിയാമേ. എമ്പുരാന്റെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. എമ്പുരാനിലെ മാത്രമല്ല, ബേസിലിന് ചെറിയ കട്ട് വരുന്നുണ്ട്. ആ ചെവി, ഈ ആനച്ചെവിയാണോ ബേസിന്റെ? രാജുവേട്ടൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല. ഞാൻ ചേട്ടാ ബേസിലാണെന്ന് ഞാൻ തിരിച്ചു നിർത്തൂല. ഞാൻ ചേട്ടാ പിന്നെ ഫഹദ് വാസിലാന്ന് പറയുന്നുണ്ട്. ഫഹദ് ചായ പലരും അങ്ങനെ പറഞ്ഞു.
മലയാളിന്ന് മഹദിനെ രാജുണ്ടെന്ന് വിളിക്കുന്നത്. എന്റെ പൊന്നു. ഫഹദ് അവരുടെ ഏതോ ഒരു അസിസ്റ്റന്റിനെ തിരിച്ചെടുത്ത്